അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഭയപ്പെട്ട് അവരെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും കുറ്റങ്ങളും വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആശുപത്രികളിൽ കഴിയുന്ന ഇടങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ ഏവരുടെയും മക്കളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ സമയങ്ങളിലൂടെയാണ്, പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധമായ പെരുന്നാളിലേക്കും ഈദിലേക്കും ഉളുഹിയ്യത്തിലേക്കും പ്രവേശിക്കുകയാണ്. അത് പ്രവേശിക്കുന്ന സമയത്ത് ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് വളരെ ലഘുവായ ചില കാര്യങ്ങൾ മാത്രം പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഓരോന്നിന്റെയും ഒരുപാട് വിധിവിലക്കുകൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാറുണ്ട്, നമ്മൾ അറിയാറുണ്ട്. ജനങ്ങൾക്ക് അറിയില്ല എന്താണ് പെരുന്നാൾ, അതിലുള്ള സുന്നത്തുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ പെരുന്നാളിന്റെ തക്ബീർ എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ഇപ്പൊ ഇന്ന് തക്ബീറുകൾ തുടങ്ങേണ്ടത് അറഫയുടെ അഥവാ ദുൽഹിജ്ജ, ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണ് നമുക്ക് അല്ലാഹു തആല മാസപ്പിറവി കാണിച്ചു തരുന്നത്. അത് എന്നാണോ നമ്മളത് കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ 9ന്റെ അന്ന് ആണ്, അതിന്റെ സുബഹിക്ക് ശേഷമാണ് മുഖയ്യദായ നിലക്കുള്ള തക്ബീറുകൾ ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. അഥവാ ഇന്ന് സുബഹിക്ക് ശേഷം പള്ളികളിൽ ചൊല്ലുന്ന അതല്ലാത്ത തക്ബീറുകൾ ദുൽഹിജ്ജ 1 മുതൽ മുത്തലക്കായ തക്ബീറുകൾ ചൊല്ലാം സഹാബാക്കൾ ചൊല്ലാറുണ്ടായി. മുത്തലക്കായ നിലക്കുള്ള ഇവിടെ വേണമെങ്കിൽ വെച്ച് ചൊല്ലാവുന്ന തക്ബീറുകൾ അത് പള്ളിയിൽ നമസ്കാരത്തിന് ശേഷമല്ല. പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം തക്ബീറുകൾ തുടങ്ങേണ്ടത് ദുൽഹിജ്ജ 9-നാണ്, അതിന്റെ പ്രഭാതത്തിന് ശേഷം. അതല്ലാതെ നാളെയല്ല, പെരുന്നാളിന്റെ അന്നല്ല തക്ബീറുകൾ തുടങ്ങേണ്ടത്. പള്ളിയിൽ നമസ്കാരത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഒരാൾ ചൊല്ലിക്കൊടുത്ത് വേറൊരാളെ ഏറ്റു ചൊല്ലുക എന്നതല്ല, മറിച്ച് എല്ലാവരും ഒരേപോലെ ചൊല്ലുക എന്നതാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പല ആളുകൾക്കും കൺഫ്യൂഷനാണ്, എപ്പോഴാണ്, എന്താണ്, ഏതാണ് എന്ന് അറിയാത്ത ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. വ്യക്തമായി അല്ലാഹുവിന്റെ ദീന് വ്യക്തമായി പഠിക്കാനും നമ്മിലൂടെ അത് നിലനിർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളത് ചെയ്യാതിരിക്കുന്നതിലൂടെ, ദീനിൽ സ്ഥിരപ്പെട്ടൊരു കാര്യം ചെയ്യാതിരിക്കുന്നതിലൂടെ ദീനിന്റെ ഭാഗങ്ങളാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അതേസമയം ദീനിൽ സ്ഥിരപ്പെടാത്തൊരു കാര്യം ചെയ്യുന്നതിലൂടെ, ദീനിൽ പുതിയ കാര്യങ്ങൾ ചേർക്കുന്നതിലൂടെ ബിദ്അത്തുകളാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പാടില്ല, ബിദ്അത്തുകളായ കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മാതൃക കാണിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ പള്ളികളിൽ നിലവിൽ നടപ്പിൽ വരുത്തുകയും വേണം. ഇതിൽ നമ്മൾ ഇത്ര നാളെ ചെയ്തു വരുന്നത് എന്ന ഒരു വാക്കിൽ ഒരു അടിസ്ഥാനവുമില്ല. അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ, സ്വഹാബിമാര് പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ എന്റെ പള്ളിയിൽ കഴിഞ്ഞെല്ലാം ഇല്ലെങ്കിലും, അല്ലെങ്കിൽ കുറെ നാളായിട്ട് ചെയ്തു വരാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ദീനിൽ അങ്ങനെ ഉണ്ടോ എങ്കിൽ നമുക്കത് ഇന്ന് മുതൽ ചെയ്യണം എന്ന തലത്തിലേക്ക് സഹോദരങ്ങളെ നമ്മൾ മാറി ചിന്തിക്കണം. അതല്ലാതെ നിങ്ങളെക്കാളും വലിയ ആളുകൾ, വലിയ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, അവരൊന്നും പറയാത്ത കാര്യമാണ്, അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട എന്ന നിഷേധാത്മകമായ ചിന്ത ഒരു മുസ്ലിമായ മനുഷ്യന് നല്ലതല്ല. ഹദീസിന്റെ പഠനം ആഴത്തിൽ കേരളത്തിലൊന്നും നടന്നിട്ടൊന്നുമില്ല. ഹദീസിന്റെ പഠനം എന്നല്ല, വിശുദ്ധമായ ഖുർആനിന്റെ പഠനം പോലും കേരളത്തിൽ ആഴത്തിൽ നടന്നിട്ടില്ല. അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ നമ്മുടെ പള്ളിയൊക്കെ പോലെ തന്നെ അങ്ങനെ സംഭവിക്കാൻ, ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന, ഖുർആനെ പരിഗണിക്കുന്ന, ഖുർആൻ അത് പഠിക്കണം, അതിന്റെ അർത്ഥം അറിയണം, അതിന്റെ തഫ്സീർ അറിയണം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ലാതിരിക്കാൻ കാരണം കാര്യമായ നിലക്ക് ഖുർആനിന് പോലും പരിഗണന നൽകാത്തത് കൊണ്ടാണ്. ഹദീസുകളുടെ ആഴത്തിലുള്ള പഠനങ്ങൾ കേരളത്തിൽ വേണ്ട നിലക്ക് നടക്കാത്തത് കൊണ്ടാണ്. കാര്യമായിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ വലിയൊരു കാര്യമുണ്ട്, തൗഹീദ്.
ആ തൗഹീദിന്റെ ചർച്ച വളരെ നല്ല നിലക്ക് നടന്നത് കൊണ്ട് കുറഞ്ഞ ആളുകളെങ്കിലും ഒരു നാട്ടിൽ തൗഹീദ് മനസ്സിലായ അള്ളാഹനെ മാത്രമാണ് വിളിക്കേണ്ടത്, ഏത് ഘട്ടത്തിലും അള്ളാഹനെ മാത്രമാണ് വിളിക്കേണ്ടത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ചെറിയൊരു വിഭാഗം ഉണ്ടായത് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖാണ്. ഇനി നമ്മൾ ഒന്നു മുതൽ തുടങ്ങുന്നത് പോലെ നമ്മൾ തുടങ്ങണം. ഖുർആനിലേക്ക് നമ്മളെ വിളിക്കണം, നമ്മുടെ മക്കളെ വിളിക്കണം. അത് ഹിഫ്ദ് ചെയ്യുന്ന, അത് തഫ്സീർ പഠിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം, ഹദീസുകൾ പഠിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു കോളേജ് കഴിഞ്ഞ തവണ ഈ പ്രാവശ്യം അവര് ഒരു പുതിയൊരു കോഴ്സ് അവർ തുടങ്ങി. ഏകദേശം 30,000 ഹദീസുകൾ കാണാതെ പഠിക്കുന്ന, ഹിഫ്ദ് ചെയ്യുന്ന ഒരു കോഴ്സ് അവർ തുടങ്ങി. നല്ല കാര്യം. ആരും നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുണ്ടോ? ഇല്ല, നേരത്തെ. എന്നാൽ അത് സൗദി പോലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിൽ അതൊക്കെ നിരന്തരം അവർ ചെയ്തു വരുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യമാണ് ഖുർആനിന്റെ ഹിഫ്ദും ഹദീസിന്റെ ഹിഫ്ദുകളും ഒക്കെ. ഒരു പണ്ഡിതൻ ആവുക എന്നതിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി തന്നെ അയാൾ ഒരു ഹാഫിദ് ആവുക എന്നാണ്. ഹാഫിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ചുരുങ്ങിയത് 2 ലക്ഷം ഹദീസുകളെങ്കിലും കാണാതെ പഠിച്ചിട്ടുള്ള ഹിഫ്ദുള്ള ഒരാളെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ ഹാഫിദ് എന്ന് വിളിക്കുന്നത്. ഹാഫിദ് റഹബി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹാഫിദാണെന്നല്ല, ഖുർആൻ എല്ലാവരും ഹാഫിദുകളാണ്. എല്ലാ മുൻഗാമികളായ സകല പണ്ഡിതന്മാരും ഖുർആൻ ഹാഫിദുകളാണ്. പക്ഷെ നമ്മൾ അതല്ല, നമ്മുടെ സാഹചര്യം മുഖേന അതിൽ നിന്ന് വഴിമാറി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം അറിയാം എന്നൊരു ചിന്ത നമ്മൾ മാറ്റണം. നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള നമ്മളൊന്ന് മാറ്റിയിട്ട് അത് ഖുർആനിലുണ്ടോ, അല്ലെങ്കിൽ തഫ്സീറിൽ ഏതെങ്കിലും സഹാബിമാർ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സനദ് കൃത്യമായി ആ ഹദീസ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും. സമിഅനാ വ അത്വഅനാ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അത് പ്രശ്നമാവും, അങ്ങനാവും, ഇങ്ങനാവും, പ്രശ്നമാക്കും, ഇങ്ങനൊന്നും ചിന്തിക്കാതെ സുന്നത്തുകൾ നടപ്പാക്കാം. അത് നമ്മൾ നടപ്പാക്കിയില്ലെങ്കിൽ, നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വേറെ ആരാണ്? ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന്റെ പള്ളികൾ, മഹല്ല് പള്ളികൾ എന്നുള്ളത് അത് ബിദ്അത്തുകളുടെ കൂടാരങ്ങളാണ്. നമുക്കറിയാം, സ്വസ്ഥമായിട്ട് നിസ്കരിക്കാൻ കഴിയില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളവും പല തരത്തിലുള്ള. എന്താണ് ഓരോ ദിവസവും പുതിയ ബിദ്അത്തുകൾ എന്താണ് ചെയ്യേണ്ടത്, പുതിയ ആചാരങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അന്വേഷിച്ചു നടക്കുന്നവരാണ് അവരിലെ പുരോഹിതന്മാർ ഭൂരിപക്ഷവും. ആ അവസ്ഥയിൽ ആർക്കും തന്നെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളാണ് എന്റെ മഹല്ലിൽ ഉണ്ടാകേണ്ടത്, എന്റെ പള്ളിയിൽ ഉണ്ടാകേണ്ടത് എന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാര് അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കെല്ലാം അതിനൊരു മാറ്റം വേണം. ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങുന്ന, വിളിക്കുന്ന ഒരു തലമുറയെ, അത് നന്നായി പഠിച്ച ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിലൊന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, قال قدم رسول الله صلى الله عليه وسلم المدينة ولهم يومان يلعبون فيهما. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന സമയത്ത് അവിടെ 2 ദിവസങ്ങളിൽ ആളുകൾ ഒരു ആഘോഷം കാട്ടി. യൽഅബൂന ഫീഹിമാ, അതിൽ കളിക്കുമായിരുന്നു. മദീനക്കാരോട് ചോദിച്ചു, ഈ 2 ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഈ 2 ദിവസങ്ങൾ ഞങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും. നബി പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ഖദ് അബ്ദലകും, അല്ലാഹു തആല നിങ്ങൾക്ക് പകരം തന്നിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു അല്ലാഹ്. ബിഹിമ, അവ രണ്ടിനെയും മാറ്റിയിരിക്കുന്നു. ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹാ വ യൗമൽ ഫിത്ർ, അവയേക്കാൾ ഖൈറായ, ഉത്തമമായ 2 ദിവസങ്ങൾ അല്ലാഹു തആല അവയെ മാറ്റിയിട്ട് അവയും ആഘോഷിക്കാം, ഇതും കൂടി കിടക്കട്ടെ എന്നാണോ നബി പറഞ്ഞത്? അല്ല, അവയില്ല. ജാഹിലിയ്യ ആഘോഷങ്ങളൊന്നുമില്ല. മുസ്ലിമിന്റെ ജീവിതത്തിൽ 2 ആഘോഷങ്ങളാണ് ഉള്ളത്. അത് ഒന്ന് ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്ർ, രണ്ടാമത്തത് വലിയ പെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹ. ഈ 2
2 പെരുന്നാളുകൾ, 2 ആഘോഷങ്ങളാണ് ഒരു മുസ്ലിമിന്റെ. ഇതല്ലാതെ വേറെ ഒരു ആഘോഷവും ഇസ്ലാമിലില്ല. വേറെ ഒരു ആഘോഷവും ഇസ്ലാമിലില്ല. ഏതൊക്കെയാണ് ഇല്ലാത്തത്? നബിദിനാഘോഷം ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷം ഇസ്ലാമിലില്ല. ഇപ്പൊ പുതുതായിട്ട് കണ്ടുവരുന്നതാണ് വിവാഹത്തിന്റെ ആനിവേഴ്സറികൾ, വെഡിങ് ആനിവേഴ്സറികൾ. എന്നിട്ട് അതിൽ നിന്നിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെ പുതിയതായ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാതെ അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ആഘോഷങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയും അതിന് അർഹതപ്പെട്ട നിലക്ക് തന്നെ നമ്മളത് ആഘോഷിക്കുകയും വേണം. ഇപ്പൊ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമായത് നമസ്കാരവും ഉളഹിയ്യത്തും അതേപോലെ തന്നെ ഫിത്ർ, സക്കാത്ത് വിതരണം ചെയ്യലും ഒക്കെയാണ്. പക്ഷേ അതൊരു ആഘോഷമാണ്. ഹദീസിലുള്ള വാക്ക് എന്ന, ഞങ്ങൾ കളിക്കും എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അത്രത്തോളം ആഘോഷവും സന്തോഷവും പെരുന്നാളുകളിൽ വരേണ്ടതുണ്ട് എന്ന്, മനഃപൂർവ്വം അത് വരുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കരുത്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സാധാരണഗതിയിൽ വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. നമുക്കറിയാം, പ്രതിഫലാർഹമായ കാര്യമാണ്. ഏറ്റവും നല്ല വസ്ത്രമാണ് നിങ്ങളിൽ മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള, അവരെ അണിയിക്കാനുള്ള വസ്ത്രമാണ് വെള്ള വസ്ത്രം. അതിനെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ വേണം, പ്രത്യേകിച്ച് ജുമുഅ ദിവസങ്ങളിലൊക്കെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പെരുന്നാൾ ദിവസങ്ങളിൽ നബി ചുവന്ന വസ്ത്രവും അതേപോലെ തന്നെ ചെക്കുകളുള്ള വരകളുള്ള വസ്ത്രവും ധരിച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ഖുതുബ നടത്തുന്നതിന് പോലും വന്നിരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട്? നമുക്കറിയാത്ത, നമ്മുടെ അവിടെയുള്ള മുസ്ലിംമാർക്ക് പോലും അറിയാത്ത കാര്യമാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലില്ലാത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിവോടുകൂടി നമ്മൾ പഠിക്കുകയും അത് നമ്മൾ നടപ്പിൽ വരുത്തുകയും ചെയ്താൽ വലിയ പ്രതിഫലം കിട്ടും. നമ്മൾ അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നടപ്പിൽ വരുത്തിയവരാണ് സലഫികൾ. ഒരുപാട് സുന്നത്തുകൾ ഇവിടെ നിന്ന് ഇല്ലാതായിപ്പോയ, കേരളീയ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിപ്പോയ ഒരുപാട് ഇസ്ലാമികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കേരളീയ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചവരാണ് സലഫികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിൽക്കരുത്, നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ആഘോഷം, പെരുന്നാളിന്റെ ആഘോഷം, അത് ആഘോഷമായിട്ട് തന്നെ കാണും. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സഹാബിമാർ മനസ്സിലാക്കിയത്, വെള്ളത്തിന് ഏറ്റവും ക്ഷാമമുള്ള സ്ഥലമാണ് മക്ക, മദീന. നമുക്കറിയാം, ഇപ്പോഴല്ല, ആ കാലഘട്ടത്തിൽ മരുഭൂമിയാണല്ലോ. വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയോ മൈലുകളോളം ഒക്കെ സഞ്ചരിച്ചു കൊണ്ട് മാത്രമേ ചിലപ്പോൾ ഒരു വലിയ ഒരു പ്രദേശത്ത് ഒരു കിണറൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഏതെങ്കിലും ജൂതന്റെയോ ഒക്കെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാനും അവിടെ ചെന്ന് വീണ്ടെടുക്കാനൊക്കെ അതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് എന്ന് ഒക്കെ നമുക്കറിയാം. എന്നാലും റസൂലുള്ളാഹി വെള്ളം കുടിക്കാൻ തന്നെ വെള്ളം കിട്ടുന്നില്ല മദീനയിൽ, മക്കയിൽ, മദീനയിൽ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കുടിക്കാൻ തന്നെ വെള്ളം കിട്ടാത്ത അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾ പെരുന്നാളിന്റെ അന്ന് കുളിക്കണം. പെരുന്നാളിന്റെ അന്ന് നിങ്ങൾ കുളിച്ചേ പറ്റൂ. എത്രത്തോളം? ഇബ്നു റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈദ് മുസല്ലയിലേക്ക് മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇബ്നു റളിയല്ലാഹു അൻഹു മുസല്ലയിൽ എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പരമാവധി മുസല്ല സംഘടിപ്പിക്കാൻ, ഈദ്ഗാഹ് സംഘടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഈ മഴയുടെ സീസണും കാര്യങ്ങളൊക്കെയാണ്, എന്താണ് അവസ്ഥ എന്ന് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ പള്ളിയിലാണ് മിക്കവാറും ആളുകൾ നമസ്കരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാലും നമ്മളൊരു ശ്രമം അടുത്ത സമയങ്ങളിൽ നമ്മളത് നടത്തണം. കാരണം അതൊക്കെ ഒരു സുന്നത്താണ്, അതൊക്കെ ദീനാണ്, അള്ളാഹുവിനും റസൂലും. കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? പള്ളി ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, പള്ളി ഇങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ എന്തിനാ പുറത്തൊക്കെ പോയി മൈതാനത്ത് പോയി മൈതാനം വൃത്തിയാക്കണം, അവിടെ പിന്നെ പായ വിരിക്കണം, അവിടെ ഷീറ്റ് ഇടണം, കുറച്ച് പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ അത് മടക്കി വെക്കണം. ഇങ്ങനെ കുറെ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ബുദ്ധിമുട്ടാതെ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. നമ്മൾ ആ മടിയും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് മുസല്ലയിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ്, ഇബ്നു റളിയല്ലാഹു അൻഹു ചെല്ലുന്നതിന് മുമ്പ് കാന യഗ്തസിലു കുളിക്കുമായിരുന്നു.
വെള്ളത്തിന് ക്ഷാമം. അപ്പൊ നമ്മൾ ആ ഒരു പെരുന്നാൾ അതേപോലെ തന്നെ പിന്നെ എപ്പോഴൊക്കെയാണ് കുളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദ്യം പറയുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിനക്ക് കഴിയുന്നുവെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുക. അപ്പോൾ അയാൾ ചോദിച്ചു, അതല്ല, ഞാൻ സുന്നത്തായ കുളിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജുമുഅ ദിവസം, അതാ ജുമുഅ ദിവസത്തെ ആദരിക്കലാണ്, അതിനെ ബഹുമാനിക്കലാണ്, അതിന് നമ്മളൊരു മഹത്വം കൊടുക്കണം. അതിന് മഹത്വം കൊടുക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു, എപ്പോ വരാൻ പറഞ്ഞു? നേരത്തെ വരാൻ പറഞ്ഞു. ജുമുഅക്ക് വേറെ ഏതെങ്കിലും ഇവിടെ എന്തെങ്കിലും വിതരണം ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ആ ജുമുഅ ദിവസത്തെ ആദരിച്ചുകൊണ്ട് എത്രയും നേരത്തെ നിങ്ങൾ ജുമുഅക്ക് വരാൻ സാധിക്കുന്നുള്ളൂ അത്രയും നേരത്തെ വരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ജുമുഅ ദിവസം കുളിച്ചുകൊണ്ട് വരണം. അത് ജുമുഅയെ ആദരിക്കലാണ്, ചുറ്റുമുള്ള വിശ്വാസികളെ ആദരിക്കലാണ്, പള്ളിയെ ആദരിക്കലാണ്, സ്വന്തം ശരീരത്തെ ആദരിക്കലാണ്, ദീന് നിലനിർത്തലാണ്. അതേപോലെ തന്നെ അറഫ ദിവസം പ്രത്യേകമായി കുളിക്കുക. അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അതല്ലാത്ത ആളുകൾക്കും ആ ദിവസത്തെ മാനിച്ചുകൊണ്ട് കുളിക്കുക എന്നുള്ളത് പ്രത്യേക പ്രതിഫലം കിട്ടുന്ന കാര്യം. അതേപോലെ ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, ഈ ദിവസങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുക. വൃത്തി നമ്മുടെ അടിസ്ഥാന, ഇതൊരു മതപരമായ കാര്യമായിട്ട് കുളിക്കുക എന്നുള്ളത് മതപരമായ കാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരേ ഒരു മതമേ ലോകത്തുള്ളത് ഇസ്ലാമാണ്. കാരണം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ തന്നെ പരിശോധിച്ച് നോക്കിയാൽ, 100 കൊല്ലം മുമ്പ് കേരളത്തിന്റെ അവസ്ഥ തന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, വൃത്തിയിൽ നിന്നും വെടിപ്പിൽ നിന്നുമൊക്കെ അകന്നൊരു സമൂഹമായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. 1000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ബാഗ്ദാദ് നഗരം, അതേപോലെ ഡമസ്കസ് നഗരങ്ങളൊക്കെ, ആ നഗരങ്ങളുടെ പ്രത്യേകതകളായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവിടെ ഓരോ നഗരത്തിലും 500 കുളിപ്പുരകൾ ഉണ്ടായിരുന്നു, 1000 കുളിപ്പുരകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ഇസ്ലാമിക നഗരത്തെ കുറിച്ച് ഒരു മേന്മ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. അതേസമയം ഈ ഒരു 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പോലും അല്ലെങ്കിൽ ബ്രിട്ടനിൽ പോലും ലോകത്തിന്റെ എല്ലാ പുരോഗമനത്തിന്റെ ആളുകളായിരുന്നു എന്ന് മേനിനടിക്കുന്ന ആ ആളുകൾ പോലും ചളിയിലും വൃത്തികേടുകളിലും നിരന്നതായിരുന്നു അവരുടെ നിരത്തുകൾ എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അപ്പൊ ഇസ്ലാം 1000 കൊല്ലം മുമ്പ് അപ്ഡേഷൻ, 1000 കൊല്ലം മുമ്പിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്തേക്കാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളണം, വൃത്തിയും വെടിപ്പുമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ പെരുന്നാൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല പരമാവധി പുതിയ വസ്ത്രം വാങ്ങാൻ സാധിച്ചാൽ വാങ്ങണം, അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. ഇബ്നു റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് ജുബ്ബ എടുത്തുകൊണ്ട് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്ത ഹാദിഹി, ഈ വസ്ത്രം വാങ്ങണം, തജമ്മല ബിഹാലിൽ ഈദി വൽ വുഫൂദ്, ഇത് ഈദിലും പെരുന്നാളിലും വൽ വുഫൂദ്, ജനങ്ങളെ സ്വീകരിക്കുന്ന, നിവേദന സംഘങ്ങളെ സ്വീകരിക്കുന്ന സമയത്തും അണിയാൻ ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു റളിയല്ലാഹു അൻഹു ഒരു വസ്ത്രവുമായിട്ട്, അപ്പോ ജനങ്ങളുമായിട്ട് സമ്മേളിക്കുന്ന സമയങ്ങളിൽ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുക. നമ്മൾ നമ്മുടെ ആ ഇസ്ലാമിയത്തിന്റെ സ്റ്റാൻഡേർഡ്, ആ സ്റ്റാറ്റസ് അത് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളെ കാണാനായിട്ട് സാധിക്കും, ഈദ് പെരുന്നാള് ദിനത്തിന്റെ അന്ന് കള്ളുത്തുണിയെടുത്ത് പള്ളിയിൽ നിന്ന് ആളുകളെ കണ്ടിട്ടുണ്ട്. പെരുന്നാള് നിസ്കാരത്തിന്റെ അന്ന് കള്ളിത്തുണി ഉടുത്തിട്ട് പള്ളിയിൽ വരുന്ന ഇതൊന്നും എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും ഒരു മുസ്ലിം പെർഫെക്ഷൻ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം അവരുടെ ജീവിതം എന്നുള്ളത്. അവൻ ഒരു സാധുവിനെ പോലെ, ഒരു ദരിദ്രവാസിയെ പോലെ, ഇല്ലായ്മക്കാരനെ പോലെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ല, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ജീവിതം നയിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും. എത്രത്തോളം ജുമുഅ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധരിക്കാൻ പ്രത്യേക ഡ്രസ്സ് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ജുമുഅ ദിവസത്തിൽ ആളുകൾ ജുമുഅന്റെ ആദരിക്കലാണ്, പള്ളിയെ ആദരിക്കലാണ്, ഒരുപാട് ആളുകൾ വരുന്നതാണ്. ആ ആളുകളെ മാനിച്ചുകൊണ്ടും പ്രത്യേകമായ ഡ്രസ്സ് റസൂലുള്ളാഹി, ഇതൊക്കെയാണ് ദീന്. വേറൊന്നല്ല ദീൻ എന്ന് പറയുന്നത്. ഇത് റസൂലുള്ളാഹിന്റെ ചര്യകൾ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ ബർക്കത്തുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. ഒരാളുടെ ഡ്രസ്സിൽ അറിയാം അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ രീതി എന്താണ്, അയാളുമായി ഡീലിംഗ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരാളുടെ ഡ്രസ്സിങ്ങിൽ അറിയാനായിട്ട് സാധിക്കും, വസ്ത്രധാരണത്തിൽ അറിയാനായിട്ട് സാധിക്കും.
സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, 2 പെരുന്നാളിൽ അലങ്കാര വസ്ത്രം ധരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായം തന്നെ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. പല സ്വഹാബിമാരും ഭംഗിയുള്ള നല്ല വസ്ത്രങ്ങൾ അവർ വാങ്ങി വെച്ചിരുന്നു ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ ധരിക്കുന്നതിന് വേണ്ടി. എന്തെങ്കിലും എടുത്തിട്ട് വന്ന് വരിക എന്നുള്ളതല്ല, നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ, സ്റ്റാൻഡേർഡായ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ അവർ വാങ്ങി അത് ഇത്തരത്തിലുള്ള ജുമുഅ പോലുള്ള പെരുന്നാളുകൾ പോലുള്ള അറഫ പോലുള്ള ആളുകൾ സംഗമിക്കുന്ന സമയങ്ങൾ, ആളുകളുമായി ജനങ്ങളുമായി ഡീൽ ചെയ്യുന്ന സമയങ്ങളിൽ അവർക്ക് ധരിക്കുന്നതിന് വേണ്ടി നല്ല നല്ല വസ്ത്രങ്ങൾ അവർക്കുണ്ടായിരുന്നു. നല്ല സ്റ്റാൻഡേർഡുള്ള ആളുകളായിരുന്നു സ്വഹാബിമാര് എന്ന് നമ്മൾ ഇല്ലാത്തൊരു കുഴപ്പമില്ല, കുഴപ്പമില്ല. മറിച്ച് നമ്മൾ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മളില്ലാത്തത് പോലെ നടക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് അൽബാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുലബ്ബിസു യൗമൽ ഈദി ബിറദ്ദതി ഹംറാ. ചുവന്ന വസ്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ ദിനത്തിൽ ധരിക്കുമായിരുന്നു. നമ്മളിവിടെ ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കാണാൻ പറ്റുമോ ചുവന്ന വസ്ത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറുള്ള ഒരു വസ്ത്രം ധരിച്ച ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കാണാൻ പറ്റുമോ? 24 എല്ലാ ദിവസവും, കൊല്ലത്തിൽ 365 ദിവസവും വെള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഇസ്ലാമിലെ സുന്നത്തിൽപ്പെട്ട കാര്യമൊന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പച്ച വസ്ത്രം ഉണ്ടായിരുന്നു, നീല വസ്ത്രം ഉണ്ടായിരുന്നു, ചുവന്ന വസ്ത്രം ഉണ്ടായിരുന്നു, കരയുള്ള വസ്ത്രം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഡിസൈനുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പല തരത്തിലുള്ള വസ്ത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് വെള്ള വസ്ത്രം തന്നെയാണ്. അപ്പൊ ഈ കാര്യങ്ങളിലെല്ലാം ഒരു മിതത്വവും ഒരു മര്യാദയും ഒരു ഇൽമിയായ നിലപാടും നമ്മൾ അതിൽ സ്വീകരിക്കണം. മക്കൾക്ക് പരമാവധി നല്ല പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ 2 പെരുന്നാളുകളിൽ, അത് വേറെ ഏതെങ്കിലും ഒരു ദിവസത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ പെരുന്നാളുകളിൽ, എല്ലാ പെരുന്നാളുകളിലും മക്കൾക്ക് പരമാവധി പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. ഇതന്നെയല്ലേ ബാപ്പാന്റെ കടമ, ഇതന്നെ ദീൻ, ഇതന്നെ നമ്മുടെ മക്കളല്ലേ നമ്മുടെ സന്തോഷം എന്നുള്ളത്. ചെറിയ പെരുന്നാളിന് മേടിച്ചല്ലേ, ഇപ്പൊ ഇതിന് വേണ്ട, ഇതിന് മേടിക്കാൻ പറയരുത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ മേടിക്കും. പക്ഷെ അത് നമ്മൾ ആ വാങ്ങിക്കുന്നത് എപ്പോഴാക്കി മാറ്റുക? പെരുന്നാൾ ദിനങ്ങളിലാക്കി മാറ്റി ഇതൊരു സന്തോഷത്തിന്റെ ദിവസമാക്കി നമ്മൾ മാറ്റണം. നമ്മൾ മാത്രം പോരാ, നമ്മുടെ കുടുംബക്കാരെ എല്ലാവരെയും വിളിക്കാനും അവരടുത്ത് പോകാനും അവരെ ചേർക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, നല്ല ഭക്ഷണം ഒക്കെ ഉണ്ടാക്കിയിട്ട്, എന്തൊക്കെയാണ് മദ്യം അതിന്റെ അപ്പുറത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കുടുംബക്കാരെയും അയൽവാസികളെ തീറ്റിക്കാനും സന്തോഷിപ്പിക്കാനും സന്തോഷം പങ്കിടാനും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാനുമുള്ള ഏറ്റവും നല്ല മുഹൂർത്തമാക്കി പെരുന്നാളുകളെ മാറ്റുക എന്നുള്ളത് ദീനിന്റെ ശിആറാണ്, ദീനിന്റെ അടയാളത്തിൽപ്പെട്ട. നമ്മൾ അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് മക്കള് ഹറാമായ പലതിലേക്കും, മക്കള് ഹറാമായ ആഘോഷങ്ങളിലേക്ക് മക്കള് തലമുറകൾ പോകാനുള്ള കാരണം എന്നുള്ളത് ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയോ നമ്മുടെ കുടുംബങ്ങളിൽ നിലനിർത്തുകയോ ചെയ്യുന്നില്ലാത്തത് കൊണ്ടാണ്. അതാണ് കാര്യം. ആ വസ്ത്രം ധരിക്കുമ്പോഴുള്ള സമയത്തുള്ള പ്രാർത്ഥന നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. പുതുവസ്ത്രം ധരിക്കുമ്പോൾ പറയാം അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹ് നിനക്കാണ് സ്തുതി. അൻത കസൗതനി. കുറച്ച് ഇച്ചിരി ഒന്ന് ഒതുങ്ങി കൊടുത്താൽ 2 പേര് പുറത്തിറങ്ങും. ഇച്ചിരി നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനി. അല്ലാഹുവേ നിനക്കാണ് സ്തുതി, നീയാണ് എനിക്ക് ഈ വസ്ത്രം ധരിപ്പിച്ചത്. അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു. ഇതിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇത് ഏതൊരു ഉദ്ദേശത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ ആ ഖൈർ ഞാൻ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ശർരിഹി. ഇതിന്റെ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ ശർരി മാ സുനിഅ ലഹു. ഇത് നിർമ്മിക്കപ്പെട്ടതിന്റെ ശർറിൽ നിന്നും തിന്മയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഖാല മാലിക് സമീഅതു അഹ്ലൽ ഇൽമി യസ്തഹിബ്ബൂന അത്വീബ വസ്സീനത ഫീ കുല്ലി ഈദ്.
ദ്വീപും അതേപോലെ തന്നെ സീനത്തും അലങ്കാരവും സുഗന്ധവും മുസ്തഹബാണ്, പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. നല്ല അലങ്കാരവും അതേപോലെ തന്നെ സുഗന്ധവും, ശരീരത്തിലും വസ്ത്രത്തിലും സുഗന്ധവും. സ്ത്രീകളല്ല പുരുഷന്മാർ, സ്ത്രീകൾ ഒരു തരത്തിലും അത്തരത്തിലുള്ള സുഗന്ധങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കരുത്. അതിനെ സംബന്ധിച്ച് വളരെ മോശമായ ചിത്രീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലും അതേപോലെ വസ്ത്രത്തിലും സുഗന്ധം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന വിശ്വാസികൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാത്തവർക്ക് പല സുഗന്ധ ഇതാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു വിശ്വാസി, മൂമിനത്തായ വിശ്വാസി, സ്വർഗം ആഗ്രഹിക്കുന്ന വിശ്വാസി, അള്ളാഹ് പറഞ്ഞത് റസൂല് പറഞ്ഞത് അനുസരിക്കണം എന്ന് തീരുമാനിച്ചൊരു വിശ്വാസിനിയെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം പുരട്ടിക്കൊണ്ട് പുറത്തേക്ക് അവർ പോകരുത്. അവർ സുഗന്ധം പുരട്ടണം. എപ്പോ? രാത്രി, ഭർത്താവിന് വേണ്ടി. ഇത് ഭർത്താവിന് വേണ്ടി ആ ചീനകോലത്തില് അടുക്കളയിൽ നിന്ന് ആ വേർപ്പ് നാറ്റവുമായിട്ട് വന്ന് ഭർത്താവിന്റെ കൂടെ കിടക്കുകയും പുറത്തോട്ട് പോകുമ്പോൾ നല്ല പോലെ കുളിച്ച് വൃത്തിയായി നല്ല സ്പ്രേ കടിച്ചു പോവുകയും ചെയ്യുക എന്ന സ്വഭാവം നമ്മൾ മാറ്റി നമ്മൾ വീടിനകത്ത് സ്ത്രീകൾ ഏറ്റവും ഭംഗിയായ നിലക്ക് നല്ല സുഗന്ധം പുരട്ടിയിട്ട് വീട്ടിൽ ഭർത്താവിന് വേണ്ടി വരാക്കോട്ടെ അത് ചെയ്യാവുന്നതാണ്. അപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി സുഗന്ധം പുരട്ടുക എന്നുള്ളത്, അലങ്കാരങ്ങൾ ഉപയോഗിക്കാൻ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു സുഗന്ധം. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സംഭവം, ഒരു അത്തറ് പുരട്ടുക എന്നൊരു സംഭവം ഇല്ല. ചില ആളുകൾ അങ്ങനെ സംഭവമില്ല. അങ്ങനല്ല, അത്തറിന് നമ്മൾ സ്നേഹിക്കണം, അത്തറിന് നമ്മൾ ഇഷ്ടപ്പെടണം. പല തരത്തിലുള്ള അത്തറുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിങ്ങനെ പെരട്ടി കൊടുക്കേക്കണം. ചില പള്ളിയിലൊക്കെ കാണാൻ പറ്റും, അത്തറൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. അത് വന്ന് പെരട്ടുന്ന ആളുകൾക്ക് അതിന്റെ പ്രതിഫലം പള്ളിയിൽ സുഗന്ധം പൂജാപം, അത് നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കിയിട്ട് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നല്ല അത്രയൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുകയൊക്കെ വേണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിർത്തുന്നത്. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുക. عن عبد الله بن بريدة عن أبيه قال كان النبي صلى الله عليه وسلم لا يخرج يوم الفطر حتى يطعم ولا يطعم يوم الأضحى حتى يصلي. ഫിത്ർ, യൗമുൽ ഫിത്ർ, ഈദുൽ ഫിത്റിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. ഈന്തപ്പഴാണെങ്കിൽ ഈന്തപ്പഴം, അത് ഒറ്റയിൽ കഴിക്കുക, ഒറ്റയാക്കി കഴിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ പത്തിരിയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ എങ്ങനെ ഒരു കണക്കില്ലാതെ ഇങ്ങനെ ഇടുക എന്നുള്ളതല്ല. അത് 3 അല്ലെങ്കിൽ 5 അത്രയൊക്കെ നിൽക്കുള്ളൂ എന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു ഒറ്റയായിട്ട് ചെയ്യുന്ന ഒരു, അതേപോലെ വെള്ളം കുടിക്കുമ്പോഴും അങ്ങനെ തന്നെ 3 ഇറക്കായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിക്കാറുണ്ടായിരുന്നത്. അതേസമയം വലിയ പെരുന്നാളിന്റെ, ഉളുഹിയ്യത്തിന്റെ പെരുന്നാളിന്റെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭക്ഷണവും കഴിക്കാതെയാണ് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ട് പോകും, വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ പോകും. കഴിക്കാതെ പോകുമെന്ന് മാത്രമല്ല, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് നബി വയറ് ഒഴിച്ചു ഒന്നും കഴിക്കൂല. നിസ്കാരം കഴിഞ്ഞാലും കഴിക്കൂല. ഏതിൽ നിന്നല്ലാതെ ഉളുഹിയ്യത്ത് അറുത്ത് അതിൽ നിന്ന് നബി കഴിക്കും. അതാണ് പെരുന്നാളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത്. ആ ഉളുഹിയ്യത്തിന്റെ മാംസത്തിൽ ബറക്കത്താക്കപ്പെട്ട ഖൈറുള്ള ആ മാംസത്തിൽ നിന്ന് കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ് ഒഴിച്ചിടുമായിരുന്നു എന്നൊക്കെ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വരണം, സുന്നത്തനുസരിച്ചുള്ള അതേ നാട്ടുകാരായിട്ട് ഇങ്ങനെ അറഫ എപ്പോഴാണ്, മാസപ്പടി എപ്പോഴാണ്, ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ തർക്കിച്ച് ഇങ്ങനെ സമയം പാഴാക്കുക എന്നുള്ളതല്ല. അവനവന് ചെയ്യാൻ കഴിയുന്ന സുന്നത്തായ കാര്യങ്ങൾ അത് പഠിക്കുകയും ജീവിതത്തിൽ അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. പിന്നെ തക്ബീർ ചൊല്ലുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അത് ഇന്ന് ദുൽഹിജ്ജ 9, ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ ആ ദുൽഹിജ്ജ 9ന്റെ സുബഹിക്ക് ശേഷമാണ് പള്ളികളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയതിൽ 3 പ്രാവശ്യം ഇരുന്ന് ഒരുമിച്ചിരുന്ന് ആ ഒരു തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നൊരു ചുരുങ്ങിയതൊരു 3 പ്രാവശ്യമെങ്കിലും അത് പറഞ്ഞു പോവുക എന്നുള്ളത് സഹാബത്തിന്റെ സലഫിന്റെ രീതിയായിരുന്നു. അത് അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ സൂര്യാസ്തമയം വരെ. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ 11, 12, 13 ഇതാണ് അയ്യാമു തശ്രീഖ്. ഈ 13ന്റെ സൂര്യാസ്തമയം വരെ ചെല്ലാം. അപ്പൊ പള്ളിയിലാകുമ്പോൾ ചെല്ലും, അസറോടുകൂടി അസർ നിസ്കാരം കഴിഞ്ഞിട്ട്
ചൊല്ലുന്നതോടുകൂടി പിന്നെ മഗ്‌രിബിന് പള്ളിയിൽ ഉണ്ടാവില്ല. മഗ്‌രിബ് വരെ നമുക്ക് ചെല്ലാം, നമ്മുടെ വീട്ടിലോ അങ്ങാടിയിലൊക്കെ ആണെങ്കിൽ മഗ്‌രിബ് വരെ നമുക്ക് ചെല്ലാം. പക്ഷെ പള്ളിയിൽ നിസ്കാരം കഴിയുന്നത് അത് അയ്യാമു തശ്രീഖിന്റെ ആ സുന്നത്ത് ഓർത്ത് വെക്കണം, ഓർത്ത് മനസ്സിലാക്കി വെച്ചിട്ട് അടുത്ത കൊല്ലാകുമ്പോൾ പിന്നെ സംശയം ഉണ്ടാകുന്ന അവസ്ഥ അള്ളാഹ് നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാതിരിക്കുക എന്നുള്ളത് വളരെ മോശമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ തക്ബീറിന്റെ രൂപം നമ്മൾ പറഞ്ഞു, ഇതേപോലെ അല്ലാഹു അക്ബർ 2 പ്രാവശ്യം ചെല്ലാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യവുമായിട്ടും ചെല്ലാവുന്നതാണ്. ഇതാണ് പ്രസിദ്ധമായ രൂപം. മറ്റു ചില വാക്കുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഈദ്ഗാഹിലേക്ക് നേരത്തെ പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സൂര്യൻ ഉദിച്ചാൽ മുസല്ലയിലേക്ക് പോകുമായിരുന്നു. സൂര്യൻ ഉദിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസല്ലയിലേക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 6:35 നമസ്കാരം തുടങ്ങണം എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. 6:35 തുടങ്ങിയിട്ട് 6:55 അവിടെ അവസാനിപ്പിക്കണം, 7 മണിക്കുള്ളിൽ അവസാനിപ്പിക്കണം എന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതേപോലെ തന്നെ ചെയ്യണം. പിന്നെ ഒരു 5 മിനിറ്റ് കൂടി, 1 മിനിറ്റ് കൂടി, അങ്ങനെ സമയനിഷ്ഠില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. 6:35 എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുക, അവിടെ നിന്ന് കുളിച്ച് ഇങ്ങോട്ട് വരേണ്ട ആ ഒരു സമയം മാത്രം അവിടെ ഉള്ളൂ. 6:15 കൂടിയിട്ടൊക്കെ സുബഹി, നേരത്തെ 5:30 മണിക്കൊക്കെ സുബഹി നമസ്കാരം അത് കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി സുഗന്ധമൊക്കെ പൂട്ടി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നേരത്തെ പള്ളിയിൽ വന്നിരുന്ന് തക്ബീറുകൾ മുഴക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന, നമ്മുടെ മക്കളെ ധന്യമാക്കുന്ന, മക്കളെ നല്ല വഴിക്ക് നല്ലൊരു യുവതലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ലഹരിക്കെതിരെ പോലെ പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ മക്കളെ നല്ലൊരു ജീവിത ശൈലിയിലൂടെ കൊണ്ടുവരാൻ നമുക്കാവണം. ഒരിക്കലും നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ പള്ളിയിലില്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തിൽ നോക്കിയിരിക്കുന്നൊരവസ്ഥ മക്കൾ കാണരുത്. വാപ്പമാരെയും അമ്മമാരെയും, വാപ്പ പള്ളിയിൽ പോവാതെ മോനോട് പള്ളിയിൽ പോകും എന്ന് പറഞ്ഞ മോന് പോവില്ല. വാപ്പമാര് മക്കളുടെ കൈപിടിച്ച് വാപ്പമാര് മാതൃകയാകണം. മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കണമേ എന്ന് ദുആ ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് പരമാവധി നടന്നു പോവുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്താണ്. ദൂരത്താണ് എന്നുണ്ടെങ്കിലും വാഹനത്തിൽ വരാം, എന്നാൽ നടന്നുകൊണ്ട് വരുന്നത് പ്രത്യേകം സുന്നത്താണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ, ഹദിയകൾ നന്നായിട്ട് ചെയ്യേണ്ട ദിവസമാണ് പെരുന്നാൾ ദിവസം. സാധാരണ ദിവസം പോലെ പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ച ദിവസമൊക്കെ മിക്കവാറും പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ ഇനി മുതൽ നല്ലൊരു സംഖ്യ സ്വതക്ക ചെയ്യുന്നത് ഒരു ചെറുതെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ഇബ്നു റളിയല്ലാഹു അൻഹു ഒരു അടിമയെ മോചിപ്പിക്കുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഒരു അടിമ. അതാ വെള്ളിയാഴ്ച ദിവസത്തെ ആദരിക്കുന്നതിന്റെയും അതിന് മഹത്വം, അതിന് വലിയ പ്രതിഫലം ഉണ്ടാകും. സത്യം വലിയ പ്രതിഫലം. ഒരു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ സ്വഹാബിമാര് തേടുമായിരുന്നു, അന്വേഷിക്കുമായിരുന്നു. നമുക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ചുമ്മാ ഖുതുബന്റെ ഒക്കെ സമയം ഇങ്ങനെ കുറച്ച്, ഒരു പള്ളിയിൽ ഇപ്പൊ 10 മിനിറ്റ് മതി എന്നൊക്കെ പറഞ്ഞു. 10 മിനിറ്റ് ഖുതുബ, പിന്നെ ഇപ്പൊ എന്തിനാ ഖുതുബ? എന്തിനാ? ഏറ്റവും ലാസ്റ്റ് പള്ളിയിലേക്ക് വരിക, ഏറ്റവും ആദ്യം പള്ളിയിൽ നിന്ന് ചാടി പോവുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരവസ്ഥയും ഒരു ചടങ്ങായി എങ്ങനെയെങ്കിലും അത് തീർന്നു കിട്ടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറരുത്. നമ്മൾ ഈ വെള്ളിയാഴ്ച ദിവസം അത് സ്വസ്ഥമായി അള്ളാഹുവിന്റെ ദിക്ർ കേൾക്കാനും അതറിയാനും പറയാനുമുള്ളത് അവസരമായി നമ്മളിത് മാറും. അപ്പൊ വെള്ളിയാഴ്ച ദിവസവും അതേപോലെ പെരുന്നാൾ ദിവസവും പ്രത്യേകമായി ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഫിത്രി റകഅത്തൈനി ലം യസ്വല്ലി ഖബ്ലഹാ വലാ ബഅദഹാ. അതേപോലെ തന്നെ മുസല്ലയിലാണ്, ഈദ്ഗാഹിലാണ് എന്നുണ്ടെങ്കിൽ ആ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പോ ശേഷമോ എന്തില്ല, സുന്നത്ത് ഇല്ല. പക്ഷേ പള്ളിയിലാണെങ്കിൽ നമുക്ക് ചെയ്യാം. പള്ളിയിൽ എപ്പോഴാണ് നമ്മൾ കയറുന്നത്? അപ്പൊ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന നിലക്ക് 2 റക്അത്ത് പള്ളിയിൽ നമസ്കരിക്കാനായിട്ട് സാധിക്കും. സുമ്മ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഇന്റെ ഭാഗം, സ്ത്രീകളുടെ ഭാഗത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു, ഫഅമറ നബി സ്വതക്ക ചെയ്യാൻ.
അവരോട് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ അവരുടെ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ അവരുടെ ഹുർസുകളും സിഹാബുകളും കർണാഭരണങ്ങളും മാലകളും എല്ലാം കൊണ്ടുവന്നിട്ട് അതിനകത്ത് ആ ബക്കറ്റിൽ ആ പാത്രത്തിൽ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് അത് എല്ലാം ശേഖരിച്ചിട്ട് അത് മുസ്ലിങ്ങളിൽപ്പെട്ട ദരിദ്രർക്ക് പാവങ്ങളായ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേപോലെ പെരുന്നാൾ ദിനത്തിൽ പരസ്പരം മനസ്സറിഞ്ഞുകൊണ്ട് പരസ്പരം തഹ്നിയത്ത് നേരുക എന്നുള്ളത്, ആശംസ നേരുക, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും പോലുള്ള വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ സമാനമായ വാക്കുകൾ കൊണ്ടൊക്കെ അത് ചെയ്യുക എന്നുള്ളതും സുന്നത്താക്കപ്പെട്ട കാര്യമായിട്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് കാണാനായിട്ട് സാധിക്കും. ഇനിയും ചില കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അവസരം പോലെ നമുക്കത് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീന് അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തി തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന മുത്തഖീങ്ങളിൽ നമ്മയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അതേപോലെ തന്നെ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ഈദ് ഖാലഫ ത്വരീഖ. പെരുന്നാൾ നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയാൽ ഖാലഫ ത്വരീഖ, പോകുന്നതും വരുന്നതും വ്യത്യസ്തങ്ങളായ രണ്ട് വഴികളിലൂടെയായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്നുള്ളത് ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന ഗ്രേഡ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി സുന്നത്തൊന്നും നിസ്കരിക്കാറുണ്ടായിരുന്നില്ല നിസ്കരിച്ച സ്ഥലത്ത്. അതേസമയം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഇദാ റജഅ ഇലാ മൻസിലിഹി സ്വല്ലാ റകഅത്തൈൻ, 2 റകഅത്ത് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമായിരുന്നു എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തത് ഹദീസ് ഹസനാണെന്ന് ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുക, നമ്മൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ, നമുക്കറിയാത്ത കാര്യങ്ങൾ അത് നമ്മൾ പഠിച്ച് റസൂലുള്ള ചെയ്ത കാര്യങ്ങൾ, റസൂലുള്ളാന്റെ ജീവിതം, റസൂലുള്ളാന്റെ ചര്യകൾ അത് നമ്മിലൂടെ നമ്മുടെ മക്കളിലൂടെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ലോകമറിയട്ടെ, നമ്മുടെ കുടുംബം അറിയട്ടെ. അതിന് അല്ലാഹു തആല നമ്മെ ഒരു നിമിത്തമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും കുറ്റങ്ങളും വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി പറയുകയാണ്, പെരുന്നാൾ നമസ്കാരം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് 6:35 അത് തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അബദ്ധങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുമാറാകട്ടെ. സ്വർഗവാസികളുടെ അമൽ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ആശ്വാസം നൽകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്